നമസ്കാരം. ഇന്ന് പരമശിവന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന ദിവസമാണ്. ഇന്ന് പ്രദോഷമാകുന്നു. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതും, പ്രത്യേകിച്ചും ഇന്ന് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. എന്നാൽ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത്, തന്നിരിക്കുന്നതായ ഈ 2 ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ 2 ചിത്രങ്ങളിൽ ഒരു ശിവചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഭഗവാന്റെ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരാണ് എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. കഴിവുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ആ കഴിവ് പ്രകാശിപ്പിക്കുവാനുള്ള അവസരങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നത് നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാകുന്നു. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. കഴിവുകൾ പ്രകാശിപ്പിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേർന്നു എന്ന് വരാം. മറ്റുള്ളവരാൽ നിങ്ങൾ പലപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നതായ അവസ്ഥ നിങ്ങൾക്ക് വളരെ വിഷമങ്ങൾ നൽകുന്നതായ ഒരു കാര്യമാകുന്നു. അതിലും മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന കാര്യം ഓർക്കുക. എപ്രകാരം മുന്നോട്ട് പോകണം എന്ന വ്യക്തമായ ബോധ്യം, ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവരെക്കാൾ കഴിവുണ്ട് എന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാകുന്നു. കാരണം പലപ്പോഴും നിങ്ങൾ ഇത്തരം ചിന്തയാൽ മനസ്സ് വളരെയധികം വിഷമിക്കുന്നു. അതായത് മറ്റുള്ളവരെക്കാൾ തനിക്ക് അത്ര കഴിവുകളില്ല എന്ന ചിന്ത പലപ്പോഴും നിങ്ങളെ അലട്ടുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു. അത്തരം ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കർമ്മരംഗത്ത് അല്പം നേട്ടങ്ങൾ, ഉയർച്ച എന്നിവ വന്നു ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ക്രമേണ അനുകൂലമാകുവാൻ ആരംഭിക്കും എന്ന കാര്യവും ഓർക്കുക. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഇന്ന് ചില കാര്യങ്ങളിൽ ഇത്തരത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിന് വലിയ വില നൽകുന്നവരാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിനു വേണ്ടി പലപ്പോഴും കഠിനാധ്വാനം ചെയ്യുകയും അതിനാൽ തന്നെ കുടുംബത്തിന് വേണ്ടി പലപ്പോഴും ജീവിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാകുന്നു. ഇത് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. നീതിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെ പലരും ഉപദ്രവിച്ചിട്ടുണ്ട്. അത് നേരിട്ടുള്ള ഉപദ്രവമാകണം എന്നില്ല, പല രീതിയിൽ നിങ്ങളെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും പറയാം. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഭഗവാൻ തന്നെ തിരിച്ചടി നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഭഗവാനിൽ പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ജീവിത മൂല്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നന്മയിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ നല്ല മനസ്സാണ് എന്നതിനാൽ തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിൽ ഇന്നേ ദിവസം പെരുമാറുവാനും മറ്റുള്ളവരുടെ മനസ്സിൽ, ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നു ചേരും എങ്കിലും ആ തടസ്സങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്
എങ്ങനെയാണ് നിങ്ങൾ പരാജയപ്പെട്ടത്, ആ പരാജയങ്ങളിൽ നിന്നും എപ്രകാരം കരകയറാം തുടങ്ങിയ ചിന്തകൾ നിങ്ങൾക്ക് വന്നു ചേരും. അഥവാ കൃത്യമായ ധാരണ തന്നെ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ വിഷമങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന കാര്യവും ഓർക്കുക. ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ, അതിനുള്ള ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ അത് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നല്ല തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം നിങ്ങൾക്ക് വന്നു ചേരും. പ്രതിസന്ധികൾ തരണം ചെയ്ത് അഥവാ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സഹായകരമായ ഈശ്വരാധീനം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ സ്ഥിതിവിശേഷം വന്നു ചേരും. കഠിനാധ്വാനത്തിന് ഫലങ്ങൾ ലഭിക്കുന്നതായ അവസരങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനാൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നിത്യവും ഭഗവാനെ ആരാധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ശിവചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ശുഭപ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മൂല്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതായ അവസരങ്ങൾ കടന്നു വരും. കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഇന്നേ ദിവസം അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വന്നു ചേരാം. സാമ്പത്തികപരമായ ചില നേട്ടങ്ങളോ അല്ലെങ്കിൽ കഠിനാധ്വാനത്താൽ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളോ സംജാതമായി എന്ന് വരാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അത് ചില യാത്രകളാണ് എങ്കിലും അത് നടത്തുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ധനപരമായ ചില നേട്ടങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരാം. അത് നിങ്ങളെ പല അവസരങ്ങളിലും തുണയ്ക്കും എന്ന കാര്യവും ഓർക്കുക. അത്ര അത്യാവശ്യമായ സമയത്ത് പോലും ചില സഹായങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ പല അവസരങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കഷ്ടതകൾ ജീവിതത്തിലുണ്ട്. അത് പലവിധ കഷ്ടതകളാണ്. അതിൽ ചിലതിലെങ്കിലും ആശ്വാസങ്ങൾ ലഭിക്കുന്നതായ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. അതിനാൽ പൂർണ്ണമായും ഭഗവാനിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കഷ്ടതകൾ ഒഴിയും. കൂടാതെ ജീവിതത്തിൽ നിങ്ങൾക്ക് സഹായം ലഭിക്കുവാൻ സഹായിക്കാൻ ഒരു വ്യക്തി കടന്നു വരും, അല്ലെങ്കിൽ ചില വ്യക്തികൾ കടന്ന് വരാവുന്നതാണ്. ഇന്നേ ദിവസം മറ്റു ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് സഹായങ്ങൾ, അത് ചില അത്യാവശ്യ ഘട്ടത്തിലോ അല്ലാത്ത മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഇന്നേ ദിവസം കൂടുതലാകുന്നു. അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താലാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഏത് ദുഃഖകരമായ അവസരത്തിലും ഭഗവാന്റെ നാമം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായ മാറ്റങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. പോസിറ്റീവായ ചിന്തകൾ ഇന്നേ ദിവസം വർദ്ധിക്കുകയോ പോസിറ്റീവായ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യാവുന്നതാണ്. അതും ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കുക. നേട്ടങ്ങൾക്കൊപ്പം ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇന്നേ ദിവസം ചില നേട്ടങ്ങൾ കടന്നു വന്നു എന്ന് വരാം, എന്നാൽ അതിൽ മതിമറക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. എല്ലാം ഭഗവാന്റെ കടാക്ഷത്താലാകുന്നു. അതിനാൽ സന്തോഷിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അമിതമായ സന്തോഷം ഒഴിവാക്കേണ്ടതുമാകുന്നു. സൗഭാഗ്യങ്ങൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടന്ന് വന്നു എന്ന് വരാം. അത് പിന്നീട് നിങ്ങൾക്ക് അത് സൗഭാഗ്യമായി തോന്നും. ചിലപ്പോൾ ആ അവസരത്തിൽ അത് അത്തരത്തിൽ നിങ്ങൾക്ക് തോന്നണം എന്നില്ല. പിന്നീട് ചിന്തിക്കുമ്പോൾ അത്തരത്തിൽ തോന്നാവുന്നതുമാണ്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ട ചില ദോഷകരമായ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോയി എന്ന് വരാം. ചിന്താഗതി മാറ്റുവാൻ സഹായകരമായ ചില കാര്യങ്ങളും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരും.
ചില കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ, ചില ചിന്തകളിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങളിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ കടന്ന് വരിക തന്നെ ചെയ്യും. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം നൽകുന്നതായ മാറ്റങ്ങളാകാം. അത്തരത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നേട്ടങ്ങൾ ഇരട്ടിക്കുകയോ പല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയോ ചെയ്യാവുന്നതുമാണ്. കൂടാതെ ഈ സമയം വിശ്വസിക്കാൻ കഴിയാവുന്ന ചില വ്യക്തികളെ പരിചയപ്പെടുകയോ അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ വേണ്ടപ്പെട്ടതായ ചില വ്യക്തികൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. പ്രതിസന്ധികളുണ്ട് എങ്കിൽ അതിൽ ഒരിക്കലും തളർന്ന് ഇരിക്കാൻ പാടുള്ളതല്ല. ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സഹായകരമായ കാര്യങ്ങൾ സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർത്ത് മുന്നോട്ട് പോവുക. അതിനാൽ എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സന്തോഷമായ പല കാര്യങ്ങളും അഥവാ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. സന്തോഷകരമായ കുടുംബജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. സൗഹൃദങ്ങളാൽ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഏത് കാര്യത്തിലും മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സ്ഥിതിവിശേഷം അന്ന് ചേരും. അത് ഇന്നും പല രീതിയിലുള്ള സഹായങ്ങൾ പലരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതുമാണ്. അത് സഹപ്രവർത്തകരിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അപരിചിതരായ വ്യക്തികളിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ ആകാം. ലക്ഷ്യം അത് നിങ്ങളുടെ മനസ്സിൽ തെളിയുകയും ലക്ഷ്യത്തോടെ തന്നെ ഏത് കാര്യത്തെയും സമീപിക്കുകയും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം കടന്ന് വരിക തന്നെ ചെയ്യും. വളരെ നാളായുള്ള ചില ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് ചില ആഗ്രഹങ്ങളോ ഇന്നേ ദിവസം നടക്കുകയോ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.